ക്രിക്കറ്റ് ഈസ് എ ക്യാപ്റ്റൻസ് ഗെയിം. ഒരു ടീമിന്റെ വിജയത്തിൽ അതിലെ നായകന്റെ പങ്ക് അത്രമേൽ നിർണായകമാകുന്ന ഒരു കായിക വിനോദമാണ് ക്രിക്കറ്റ്. ഓരോ ഓവറിലും ആരെ പന്തേൽപ്പിക്കണമെന്ന് തുടങ്ങി ബാറ്റിംഗ് കോമ്പിനേഷൻ ഏത് രീതിയിൽ നടപ്പാക്കണം എന്നതുവരെ ഒരു ടീം ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ്. ആ തീരുമാനങ്ങൾ പിഴക്കുമ്പോൾ അത് കളിക്കളത്തിൽ മത്സരഫലങ്ങളായി കാണുകയും ചെയ്യും. അത്തരത്തിൽ ഈ സീസൺ IPL-ൽ തീരുമാനങ്ങൾ പിഴച്ച 5 നായകന്മാർ ആരൊക്കെ പരിശോധിക്കാം. പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് നായകൻ ശുഭ്മൻ ഗില്ലാണ്. ഇന്ത്യൻ ടെസ്റ്റ് ഏകദിന ടീമുകളുടെ നായകൻ. T20 ഫോർമാറ്റിലും നായക സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുമെന്ന് തോന്നിയിടത്തു നിന്ന് ലോകകപ്പ് ടീമിന്റെ പുറത്തേക്കായിരുന്നു ഗില്ലിന്റെ തിരിഞ്ഞുനടത്തം. തന്റെ മികവും കഴിവും പുറത്തെടുത്ത് T20 ടീമിൽ തിരികെ എത്തുക എന്നതാണ് താരത്തിന്റെ ഈ സീസണിലെ പ്രധാന ലക്ഷ്യം. പക്ഷേ കഴിഞ്ഞ വർഷം പട്ടികയിൽ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഗുജറാത്ത് നിലവിൽ 4 മത്സരങ്ങൾ കഴിയുമ്പോൾ 2 വീതം തോൽവിയും ജയവുമായി 6ാം സ്ഥാനത്താണ്. മിഡിൽ ഓർഡറിൽ ബാറ്റ് എടുക്കുന്ന രാഹുൽ തിവാട്ടിയ, ഷാറുഖ് ഖാൻ തുടങ്ങിയ താരങ്ങളുടെ മോശം ഫോം ടീമിന്റെ സീസണിലെ പരുങ്ങലിന് കാരണമായിട്ടുണ്ട്. ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലർ, ഇന്ത്യൻ പേസർ പ്രസിദ്ധ് കൃഷ്ണ, സ്പിന്നർമാരായ റാഷിദ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ടീമിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കുന്നത്. നായകനായ ഗില്ലിന്റെ വ്യക്തിഗത പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ 4 മത്സരങ്ങളിൽ ആകെ 3 എണ്ണത്തിലാണ് താരം കളിച്ചിട്ടുള്ളത്. ഇതിൽ 165 റൺസാണ് സമ്പാദ്യം. ജോസ് ബട്ട്ലർ കഴിഞ്ഞാൽ സീസണിലെ ഗുജറാത്തിന്റെ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ 2ാമതുള്ളത് ഗില്ലാണ്. 27 കോടി കൊടുത്ത് സഞ്ജീവ് ഗോയങ്ക വാങ്ങിയ ക്യാപ്റ്റൻ, പട്ടികയിലെ 4ാമൻ ഋഷഭ് പന്ത്. ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ ഓൾ ഫോർമാറ്റ് വിക്കറ്റ് കീപ്പർ ആകുമെന്ന് തോന്നിപ്പിച്ച ഒരു പേര് പിന്നീട് എപ്പോഴോ നൽകിയ ഹോപ്പും ഹൈപ്പും കൂടിയതിന്റെ ഫലമായി പതിയെ ടീമുകളിൽ നിന്ന് പുറത്തേക്ക്. IPL-ൽ ദീർഘകാലമായി ഡൽഹി ക്യാപിറ്റൽസുമായി ഉണ്ടായിരുന്ന ബന്ധം ഉപേക്ഷിച്ച് പുത്തൻ കുപ്പായം തേടിപ്പോയ പന്തിന് പക്ഷേ ലക്നൗ നിരയിൽ കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടില്ല. ഒരു വ്യക്തിഗത താരമെന്ന നിലയിലും ടീം ക്യാപ്റ്റൻ എന്ന നിലയിലും സീസണിൽ കളിച്ച 5 മത്സരങ്ങളിൽ 3ലും തോറ്റ ലക്നൗ പട്ടികയിൽ 7ാമതാണ്. ഇതിൽ ഹൈദരാബാദിനെതിരായ മത്സരത്തിലെ മാച്ച് വിന്നിംഗ് നോക്ക് ഒഴിച്ചു നിർത്തിയാൽ ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയും പെർഫോമൻസും അമ്പേ പരാജയം. എയ്ഡൻ മാർക്രാം, മിച്ചൽ മാർഷ്, നിക്കോളാസ് പൂരൻ തുടങ്ങി വമ്പൻ ഹിറ്റർമാർ ടീമിലുണ്ടെങ്കിലും ഒരു പ്രോപ്പർ ബാറ്റിംഗ് ഓർഡർ ഇതുവരെ ടീമിന് കണ്ടെത്താനായിട്ടില്ല. മുഹമ്മദ് ഷമിയും ആവേശ് ഖാനും അടങ്ങുന്ന പേസ് നിരയെയും വേണ്ട വിധം പന്തിന് കളിക്കളത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ടില്ല. വിക്കറ്റ് കീപ്പർ മുകുൾ ചൗധരി, പ്രിൻസ് യാദവ്, എയ്ഡൻ മാർക്രാം എന്നിങ്ങനെയുള്ള താരങ്ങളുടെ വ്യക്തിഗത പെർഫോമൻസ് ആണ് ലക്നൗ നിരയിൽ പ്രതീക്ഷ നൽകുന്നത്. എല്ലാ മത്സരവും കളിച്ച നായകൻ ഋഷഭ് പന്ത് ആകട്ടെ വെറും 104 റൺസാണ് നേടിയിട്ടുള്ളത്. ഇതിൽ 30ന് മുകളിൽ പിറന്നതാകെ ഒരു ഇന്നിംഗ്സിൽ മാത്രം. ഋതുരാജ് ഗെയ്ക്വാദ്, മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിന്തുടർച്ചക്കാരൻ എന്ന വലിയ ഭാരവും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തലമുറ മാറ്റത്തിന്റെ ഏറ്റക്കുറച്ചിലുകളും ബാധിച്ച ക്യാപ്റ്റൻ, നമ്മുടെ ലിസ്റ്റിൽ 3ാമൻ. ടീമിലെ ധോണി ഫാക്ടറിന് പുറമെ സഞ്ജു സാംസണിന്റെ വരവും കൂടി ആയതോടെ സീസണിലെ ഏറ്റവും ഹൈപ്പുള്ള ടീമുകളിൽ ഒന്നായിരുന്നു ചെന്നൈ. 14 കോടിക്ക് മുകളിൽ കൊടുത്തു കൊണ്ടുവന്ന 2 യുവതാരങ്ങൾ ഉൾപ്പെടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ഓർഡർ ചെന്നൈക്കുണ്ടെന്ന് എല്ലാവരും പ്രവചിച്ചിരുന്നു. സീസണിലെ ആദ്യ മത്സരം ഒഴിച്ചു നിർത്തിയാൽ ആ പ്രവചനങ്ങൾ സത്യമായിരുന്നു. എന്നാൽ മറുപുറത്ത് ടീമിന്റെ ബോളിംഗ് യൂണിറ്റ്, വിശേഷിച്ചും പേസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രീമിയം താരത്തെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ റോളിലേക്ക് എത്തുമെന്ന് കരുതിയ നഥാൻ എല്ലിസ് പരിക്കേറ്റ് മടങ്ങിയതും പകരമെത്തിയ സ്പെൻസർ ജോൺസൺ പൂർണ്ണമായി ഫിറ്റ് അല്ലാത്തതും ചെന്നൈ പ്ലാനുകളെ താളം തെറ്റിച്ചു. സീസണിൽ കളിച്ച 5 മത്സരങ്ങളിൽ അവസാന 2 എണ്ണം മാത്രമാണ് ചെന്നൈ ജയിച്ചത്. ആദ്യ മത്സരത്തിലേറ്റ വലിയ തോൽവിയുടെ ഫലമായി കിട്ടിയ നെഗറ്റീവ് റൺ റേറ്റിന്റെ കാരണത്താൽ ടീം നിലവിൽ 8ാം സ്ഥാനത്താണ്. ആദ്യ 3 മത്സരങ്ങളിൽ ഫോം കണ്ടെത്താൻ കഷ്ടപ്പെട്ട സഞ്ജു സാംസൺ ഒരു സെഞ്ചുറി ഉൾപ്പെടെ നടത്തിയ തിരിച്ചുവരവാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ചെന്നൈ വിജയത്തിന് കാരണമായത്. പേസർ അൻഷുൽ കംബോജ്, ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ജേമി ഓവർട്ടൺ, ആയുഷ് മാത്രേ, സർഫ്രാസ് ഖാൻ എന്നിവരും വ്യക്തിഗത താരങ്ങൾ എന്ന നിലയിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. അഫ്ഗാൻ താരം നൂർ അഹമ്മദ് ഫോം വീണ്ടെടുക്കുന്നതും ചെന്നൈക്ക് ആശ്വാസമാണ്. ക്യാപ്റ്റൻസിയുടെ പേരിൽ ക്രിക്കറ്റ് പണ്ഡിറ്റുകളുടെ സ്ഥിര വിമർശന പാത്രമായ ഗെയ്ക്വാദ് ഒരു വ്യക്തിഗത താരം എന്ന നിലയിൽ തന്റെ ഏറ്റവും മോശം സീസണിലൂടെയാണ് കടന്നുപോകുന്നത്. 5 ഇന്നിംഗ്സുകളിൽ നിന്ന് താരത്തിന് ഇതുവരെ 100 റൺസ് എന്ന ടോട്ടലിലേക്ക് പോലും എത്താനായിട്ടില്ല. പഞ്ചാബിനെതിരെ നേടിയ 28 റൺസാണ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. ഗെയ്ക്വാദ് സഞ്ജുവിനൊപ്പം ഓപ്പണിംഗ് റോളിൽ ഇറങ്ങുന്നതിന് വലിയ വിമർശനമാണ് നേരിടുന്നത്. കാരണം താരത്തിന്റെ ഈ ഫോം സഞ്ജുവിനെ ആദ്യ പന്ത് മുതലേ ഹാർഡ് ഹിറ്റ് ചെയ്യാൻ നിർബന്ധിതരാക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇന്ത്യൻ അണ്ടർ-19 നായകനായിരുന്ന ആയുഷ് മാത്രേ ഓപ്പണിംഗ് റോളിൽ മികച്ച രീതിയിൽ ബാറ്റ് വീശുന്ന താരമാണ്. ഗെയ്ക്വാദിന് പകരം ആയുഷ് ഓപ്പണിംഗ് റോളിൽ വരണമെന്നും ഗെയ്ക്വാദ് കഴിഞ്ഞ സീസണിലെ പോലെ 1 ഡൗണിലേക്ക് സ്വയം മാറിക്കൊടുക്കണമെന്നുമാണ് ഉയരുന്ന അഭിപ്രായങ്ങൾ. ധോണി തിരിച്ചു വന്നാൽ അദ്ദേഹമോ അല്ലെങ്കിൽ IPL-ൽ തന്നെ കരുത്തു തെളിയിച്ച സഞ്ജുവോ ടീമിന്റെ നായകത്വം ഏറ്റെടുക്കണമെന്ന് ആരാധകർ പറയുന്നുണ്ട്. ക്യാപ്റ്റൻസി ഭാരം ഒഴിവായാൽ അത് ഗെയ്ക്വാദിന് തന്റെ ഫോം വീണ്ടെടുക്കാൻ ഗുണകരമാവുമെന്നാണ് അവരുടെ പക്ഷം. ക്യാപ്റ്റൻ സീസണിൽ ഹർദിക് പാണ്ഡ്യയുടെ വിളിപ്പേര് അതായിരുന്നു. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, മിച്ചൽ സാന്റ്നർ തുടങ്ങി ദേശീയ ടീമിലെ വിവിധ ക്യാപ്റ്റന്മാരുടെ ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ട ഹർദിക് പാണ്ഡ്യയാണ് നമ്മുടെ ലിസ്റ്റിലെ 2ാമൻ.
ഈ വർഷം 2020 ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങളൊക്കെയും ടീമിൽ ഉണ്ടായിട്ടും അവരെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ഹർദിക്കിന് സാധിച്ചിട്ടില്ല. ജസ്പ്രീത് ബുംറ എന്ന വജ്രായുധം ഇതുവരെയും ഫോമിലേക്ക് എത്താത്തതും മുംബൈ പ്ലാനുകൾ പാളുന്നതിന് കാരണമാവുന്നുണ്ട്. വിൽ ജാക്സിനെ പോലെയുള്ള വിദേശ താരങ്ങൾ പുറത്തിരിക്കുമ്പോൾ ഹർദിക് നേരിടുന്ന വിമർശനവും വലുതാണ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന താരമായ ജാക്സ് 11-ൽ എന്തുകൊണ്ട് ഇടം പിടിക്കുന്നില്ല എന്ന ചോദ്യം വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. ടീമിന്റെ ഫീൽഡ് സെറ്റിംഗിലും ആരാധകർക്ക് അതൃപ്തിയുണ്ട്. ബോൾട്ട്, ബുംറ, ചഹർ എന്ന BBC ത്രയം കൊടുത്ത ഹൈപ്പിനൊത്ത് ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല. രോഹിത്, റിക്കൽട്ടൺ ഓപ്പണിംഗ് പെയറാണ് ഇതുവരെ കൺസിസ്റ്റന്റ് പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. കാര്യമായി റൺസ് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും വിക്കറ്റുകൾ വീഴ്ത്തി ഷർദുൽ ഠാക്കൂറും ഇതുവരെ മികവ് പുലർത്തി. സീസണിൽ ആദ്യ മത്സരം വിജയിച്ച മുംബൈ പിന്നീടുള്ള 4 കളികളിലും നിസ്സഹായരാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ചെറിയ സ്കോർ പോലും ഡിഫെൻഡ് ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്ന് ഒരു ആവറേജ് സ്കോർ 15 ഓവറിൽ വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് മുംബൈ മാറിയിരിക്കുന്നു. വ്യക്തിഗത താരമെന്ന നിലയിൽ ഹർദിക്കിന്റെ പ്രകടനം പരിശോധിക്കുമ്പോൾ 5-ൽ 4 കളിയിൽ മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് 81 റൺസും 2 വിക്കറ്റുമാണ് താരത്തിന് നേടാനായത്. ലോകകപ്പിലെ താരത്തിന്റെ പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ ഇതിലും കൂടുതൽ ആരാധകർ സീസണിൽ പ്രതീക്ഷിച്ചിരുന്നു. അജിൻക്യ രഹാനെ, ശ്രേയസ് അയ്യരുടെ പകരക്കാരനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കണ്ടെത്തിയ പുതിയ നായകൻ, നമ്മുടെ ലിസ്റ്റിലെ ടോപ്പ് നെയിം. കഴിഞ്ഞ സീസണിലെ ടീമിന്റെ മോശം പെർഫോമൻസ് മൂലം ഈ വർഷം മറ്റൊരു നായകനെ പ്രതീക്ഷിച്ചിരുന്നവരുടെ മുന്നിലേക്ക് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഫോമിന്റെ ബലത്തിൽ ഒരിക്കൽ കൂടി രഹാനെ നായക കുപ്പായം എടുത്തണിഞ്ഞു. പക്ഷേ താരത്തിന് തൊട്ടതെല്ലാം പിഴക്കുന്ന ഒരു സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ 5 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഒരൊറ്റ ജയം പോലുമില്ല. മഴ കാരണം ഉപേക്ഷിച്ച മത്സരത്തിലെ ഒരേ ഒരു പോയിന്റ് മാത്രമാണ് ആകെയുള്ള സമ്പാദ്യം. പട്ടികയിൽ ഏറ്റവും താഴെ. KKRന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അവർ ആദ്യ 5 മത്സരങ്ങളിൽ ഒരു വിജയം പോലുമില്ലാതെ ഇരിക്കുന്നത്. സീസൺ തുടങ്ങും മുമ്പേ പരിക്കേറ്റ പേസ് നിരയും പ്രോപ്പർ ട്രാക്കിലാവാത്ത ബാറ്റിംഗ് ഓർഡറും തന്നെയാണ് കൊൽക്കത്തക്ക് വെല്ലുവിളിയാകുന്നത്. രഹാനെ ഓപ്പണർ ആണെന്നിരിക്കെ ന്യൂസിലൻഡ് താരം ടിം സീഫർട്ടിനെ പുറത്തിരുത്തേണ്ടി വരുന്നതും വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. സുനിൽ നരയൻ കൈവിരലുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. മറ്റൊരു സ്പിന്നറായ വരുൺ ചക്രവർത്തിയും മോശം ഫോമിലാണ്. കാർത്തിക് ത്യാഗി, വൈഭവ് അറോറ ഒഴികെയുള്ള ബോളർമാരുടെ കൺസിസ്റ്റൻസി ഇല്ലാത്ത പെർഫോമൻസും രഹാനെയുടെ പ്ലാനുകൾ അവതാളത്തിലാക്കുന്നു. രഹാനെക്ക് പകരം നായകസ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്ന പേരായ റിങ്കു സിംഗും സീസണിൽ താളം കണ്ടെത്താൻ വിഷമിക്കുന്ന താരങ്ങളിൽ ഒരാളാണ്. ബാറ്റ് കൊണ്ട് മിനിമം ഗ്യാരണ്ടി പെർഫോമൻസ് നടത്തുന്ന ഒരു താരം അങ്ക്രിഷ് രഘുവൻഷിയാണ്. 5 കളിയിൽ നിന്ന് താരത്തിന്റെ സമ്പാദ്യം 182 റൺസ്. രഹാനെ ആകട്ടെ ഇത്രയും കളികളിൽ നിന്ന് തന്നെ 152 റൺസ് നേടിയിട്ടുണ്ട്. എങ്കിലും ടീം ലൈനപ്പ് സെറ്റ് ചെയ്യുന്നതിലും ഓവർ റൊട്ടേഷനിലുമെല്ലാം രഹാനെക്ക് പിഴക്കുന്ന കാഴ്ച സീസണിൽ പതിവാണ്. ടീമുകളുടെ വെറും 4-5 മത്സരങ്ങൾ മാത്രമാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. അതായത് സീസൺ പകുതി പോലും ആയിട്ടില്ല. ഒരു തിരിച്ചുവരവ് നടത്താൻ എല്ലാവർക്കും ഇനിയും അവസരമുണ്ട്. മുമ്പ് പല സീസണുകളിലും അത് നമ്മൾ കണ്ടതുമാണ്. എങ്കിലും ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ആരാധകരും പറയുന്നത് പോലെ ഒരു പുതിയ ക്യാപ്റ്റൻ വന്നാൽ ഈ ടീമുകളുടെ തലവര മാറുമോ? അങ്ങനെയെങ്കിൽ ഈ ടീമുകളുടെ നായക സ്ഥാനം ആര് ഏറ്റെടുക്കണം? നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കൂ.